ഇത്ര പെണ്ണിന് എന്താ പതി കഥ അത്രയൊക്കെ ഉണ്ടായിരുന്നോ? ആന്ന് ഒന്നും പറയണ്ട. അത് കണ്ടിട്ട് പേടിയായിരുന്നോ? ആന്ന് ആ വയറ് കാലേ ആ കുമ്പ കാലേ കരയിപ്പിച്ചോ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് വാവക്കുട്ടി സ്കൂളിലേക്ക് പോകണില്ല, ലീവ് എടുത്തു. കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ ഉണ്ട് കുറേശ്ശെ. അപ്പോൾ വയറ് വേദനയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പം അമ്മ കുറച്ച് ലേറ്റായി പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നും പറയില്ല എന്ന് വിചാരിക്കാം. അപ്പിടുമല്ലോ കറക്റ്റായിട്ട്. അച്ഛൻ വരുമ്പോഴേക്കും അപ്പിടണം കേട്ടോ. വീട്ടിലേക്ക് വരുമ്പോഴേക്കും അമ്മയുടെ കൊണ്ടാക്കിയിട്ട് അമ്മ റെഡി ആയിട്ട് ഇറങ്ങി. കൈയോടെ എടുത്ത് വെച്ചെങ്കിൽ വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അച്ഛന് പറയായിരുന്നില്ലേ, അച്ഛൻ 2 വട്ടം മരുന്ന് തന്നതാണ്, ഇനി വേണ്ടെന്ന് പറയായിരുന്നില്ലേ? അപ്പം മുത്തശ്ശി അധികം തരുമായിരുന്നോ? എന്തായാലും ശരി, അപ്പൊ പൊക്കോളും, സങ്കടപ്പെടണ്ട. എനക്ക് സ്കൂളില്ലെങ്കിൽ പിന്നെ എന്ത് സങ്കടം അല്ലേ? സ്കൂളിൽ പോകണ്ടെങ്കിൽ സങ്കടമൊന്നുമില്ലല്ലോ, ഹാപ്പി അല്ലേ? എന്താ ശരി, സ്കൂളിൽ പോകണ്ടിരുന്നു കഴിഞ്ഞാല് ഒരു കേടുമില്ല. നമ്മള് കരുതി രാവിലെ അപ്പി പോവില്ല, കഷ്ടപ്പെട്ടിരിക്കുകയും ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട് കരയാനല്ലേ. സ്കൂളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സങ്കടം അല്ലേ? ഇപ്പോഴല്ലേ കള്ളത്തരം മനസ്സിലായിട്ട്. സ്കൂളിൽ പോകാൻ മടിയായിട്ടല്ലേ എനിക്ക് അപ്പി പോണില്ല എന്നിട്ട് കരഞ്ഞിരുന്നു. 12:30 മണി ആവണേ ഉള്ളൂ. ഇവിടെ അമ്മ ഇരുന്നിട്ട് ഇതാ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 12:40 ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ദോശ, പപ്പടം, സാധാ ദോശ വേണമെങ്കിൽ കഴിക്കാം, മീൻ. നിങ്ങൾ കഴിക്കല് കഴിഞ്ഞാ? എന്താ ചെയ്യാ? എവിടെ കാണില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? അപ്പുറത്തെ ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാല്ലേ? ആവില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? നമുക്ക് അപ്പുറത്തെ വീടത്തെ കുട്ടിക്ക് കൊടുക്കാല്ലേ? എന്താണ് വിളിച്ചു നിക്ക? അല്ല അപ്പിട്ടോ ഒന്ന് പോയാ? ഒരുപാട് പോയാ? സമാധാനായല്ലോ, 2-3 ദിവസമായിട്ട് ആശ്വാസം. ഭയങ്കര ഇതായിരുന്നു അമ്മയ്ക്ക് അവിടെ സ്കൂളിലേ. നല്ല കാലം. പപ്പടം കൊടുത്തു. പപ്പടം ഉണ്ടോ? മീൻകറിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി വിശന്നിട്ട് വയ്യ. കഴിച്ചാൽ ചോറിന്റെ പറഞ്ഞിട്ട് പപ്പടം എടുത്തിട്ട് ആ ചോറ് കഴിച്ചോളൂ. ഇത്ര പെണ്ണിന് എന്താ പതി കഥ? 2 ദിവസം കണ്ടിട്ട് അത്രയൊക്കെ ഉണ്ടായിരുന്നോ? ആന്ന് ഒന്നും പറയണ്ട. അത് കണ്ടിട്ട് പേടിയായിരുന്നോ? ആന്ന് അപ്പി പോയി കണ്ടിട്ട് പേടിയായി. എന്തിനാ പേടിക്കുന്നത്? കഴിക്കണം, പക്ഷെ നന്നായി കഴിക്കണ്ടേ? വെച്ചുകൊണ്ടിരുന്നല്ലോ. പിന്നെ അത് എന്താ പറയണു? ആ ഒരു ആശ്വാസത എനിക്ക് അറിയാം. ഞാൻ അനുഭവിച്ചല്ലേ എല്ലാമോ. വല്ലാത്ത ആശ്വാസതയാണ്. കഴിഞ്ഞപ്പോ ഇവിടെ ഇരിക്കാണ്. ഇവിടെ ഒന്ന് തൂത്തു വാരി ഡെയിലി പോണോട്ടെ കുഞ്ഞാ. എന്നിട്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ പാടില്ല. ബിസ്ക്കറ്റൊന്നും തിന്നില്ല 2 ദിവസമായിട്ട്. പഴങ്ങള് പഴം തിന്നിട്ട് 4 പഴം തിന്നു. നന്നായി. പഴങ്ങൾ എത്ര പഴം തിന്നാൻ പോകും. അത് ഏത് പഴം വേണമെങ്കിലും വാങ്ങിച്ചല്ല. ബിസ്ക്കറ്റ് കഴിക്കാനേ വേണ്ട കേട്ടോ. ബിസ്ക്കറ്റ് ഒരുപാട് കഴിച്ചിട്ടാ വാങ്ങിക്കാണ്. അതിപ്പോഴൊന്നല്ല, അത് ബിസ്ക്കറ്റിന്റെ അപ്പി പോണേന്റെ ബിസ്ക്കറ്റ് വരാനും കഴിച്ചതാണ്. പിന്നൊന്നും കഴിച്ചിട്ടില്ല. ഒന്നറ്റ കണ്ടാണ് കഴിച്ചോ. 1-2 മാത്രമേ കഴിക്കണേ. അറിയാമോ എത്ര കഴിക്കുന്നു? വയറ് കാലേ കഴിക്കായിരുന്നു. അല്ല അപ്പയിടായിരുന്നു. അപ്പൊ അതിന്റെ ചോറ് അപ്പൊ ചോറുള്ളത് അപ്പയിടലും
കഴുകലും പിടിക്കലും ഒക്കെ കഴിഞ്ഞു. ഒന്ന് സൂപ്പറായി. ആ ചന്തി വെച്ചിരുന്ന് നിൽക്കുമ്പോ ചന്തി വെച്ചില്ല അപ്പീലല്ല വെക്കില്ല. അതെ അതെ. ഉണ്ടാക്കി കൊണ്ടാ പറയും പോലെ തിന്നട്ടെ. ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന മുട്ട ഉണ്ടല്ലോ കുറെ എണ്ണം, ഇതൊക്കെ നിങ്ങൾ കരുതും കുറെ ദിവസത്തിനാണ്. അല്ല, 3-4 ദിവസം കൊണ്ട് ഇത് തീരും. ഓരോരുത്തർ 2-3 മുട്ട വെച്ചിട്ട് എടുക്കും. 2-3 ഒരെണ്ണേ എടുക്കുള്ളൂ. ആരും 2-3 എടുക്കണ, ഒരു മുട്ട തന്നെ എടുക്കുള്ളൂ. ഇത് 4 ദിവസം കൊണ്ട് കാലിയാവുന്നത് കാണാം. ആ 2 ദിവസത്തിനേ ഉണ്ടാവുള്ളൂ. അമ്മ എല്ലാവർക്കും പ്രോട്ടീൻ വേണം, അപ്പൊ പിന്നെ തീരാണ്ടിരിക്കുള്ളൂ. 1-2 തരാം. അതൊക്കെ വേണ്ടേ? അതൊക്കെ വേണ്ടല്ലേ? അവിടെ വയറ് ഫുള്ളാണ്. ഇല്ല, ഫുള്ളാണ്. അവള് വയറ് ഫുള്ളായിരുന്നപ്പോ ഇല്ലാതെ ഉള്ളിക്ക് വെച്ചിട്ട് കാണിച്ചു തരാ ഏതാ സാധനം. ആ മുട്ട കലക്കി ഉണ്ടാക്കി തരാം. നല്ല ബീറ്റ് ചെയ്ത് റെഡിയാക്കി തരാം. അനിയനും ചേട്ടനൊക്കെ മുറിച്ചതാ. ആണേനൊക്കെ ആണോ? എന്ത് അന്നത്തെ പോലെയാണോ? എങ്ങനെ വേണ്ടേ? നല്ല രസമുണ്ട്. എങ്ങനെ വേണ്ടേ? കുറച്ച് അങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ ആക്കാം. കുറച്ച് പേർക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കാം. നിങ്ങളൊക്കെ ലേറ്റ് ആയിട്ടല്ലേ കഴിച്ചേ? ആര് പറഞ്ഞു? ഞാനും നേരത്തെ കഴിച്ചതാ, 12:30. മൊത്തം വേസ്റ്റ് ആയിട്ടാ മുട്ട കൊടുക്കാലോ. അന്ന് ഉണ്ടാക്കിയ പോലെ തക്കാളി ഒക്കെ ഇട്ടുണ്ടാക്കാം. ചൂടാക്കി തന്നാ മതി മുട്ട. പുഴുങ്ങിട്ടാ? പുഴുങ്ങിയാ നീ വരും വെള്ളേ കഴിക്കുള്ളൂ. ഉണ്ട മാത്രോ? ചിക്കി പൊരിക്കണ്ടേ? ഓംപ്ലേറ്റ് ഉണ്ടാക്കണ്ടേ? ഇപ്പൊ ഉണ്ടാക്കാം. ഓംപ്ലേറ്റ് ഉണ്ടാക്കണോ? ഇങ്ങനെ ചിക്കി പൊരിക്കണ്ടോ? എങ്ങനെ വേണ്ട ചത്തിന് പറ. അച്ഛ ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരട്ടെ? മൊത്തമായിട്ട് പോണം ദേഹത്ത്. ആകെ അതേ കഴിക്കുന്നുള്ളൂ, അതേ കഴിക്കണ്ടേ. വെറും വെള്ളം കഴിച്ച് മഞ്ഞ നമുക്ക് തരും, അത് വേണ്ട. അതുകൊണ്ടാ പറയാം, ഒന്ന് ചെക്കി പൊറിച്ച് തരാം, അല്ലെങ്കിൽ ഓംലെറ്റ് തരാം കേട്ടോ. ഏതാ വേണ്ടെന്ന് ഇതിലേതാ വേണ്ടത്? പൊടിച്ചതും ഏതാ വേണ്ടത്? ഓംലേറ്റ് വേണോ ചെക്കി പൊരിച്ചത് വേണോ? രണ്ടും. മുത്തശ്ശി ചൊത്തനെ കളിയാക്കണോ? ഇതിപ്പോ തുടങ്ങിയതാണ്. ഇത് നാണയ്ക്ക് വേണം, നാളെ ചെയ്യും. നിങ്ങളാണ് അതിന് വേണ്ടാത്ത സ്വഭാവങ്ങളും കൊഞ്ഞനെ കുത്താനും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. വെറുതെ അല്ല, എല്ലാം കാണിക്കുന്നുണ്ട് ഇത്. ഞാൻ രാവിലെ പറഞ്ഞു ലീവ് എടുത്തോ, ഇത് പൊക്കോട്ടേന്ന്. പിന്നെ ഏട്ടൻ പറഞ്ഞു മരുന്ന് കൊടുത്തിട്ട് വൈകുന്നേരത്തിന് എടുത്തിക്കാന്ന്. അങ്ങനെ ഉണ്ടായേ. അപ്പൊ ശരി സമയാവട്ടെ. ഞാനും പിന്നെ ഇത് ചെയ്തില്ല, ഫോഴ്സ് ചെയ്തില്ല. പിന്നെ അമ്മ പറഞ്ഞപ്പോ പിന്നെ തോന്നി ശരി ഇന്ന് ലീവ് എടുക്കണ നല്ലത്. പരീക്ഷ ഒന്നുമില്ലല്ലോ, പരീക്ഷ അടുത്ത ആഴ്ചയാ. അതൊക്കെ കഴിഞ്ഞു. ഒറ്റക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചേ. കണ്ടാ ചത്തന്റെ കാല് കണ്ടാ? നെറ്റ് മുട്ടനുണ്ട് അടിപൊളിയായിട്ട്. കണ്ടാ കണ്ടാ അമ്മ കണ്ടാ? ഇവിടെ അതാ ദോശന്റെ കൂട്ടത്തില് മുട്ട മസാല മിക്സ് ചെയ്ത് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. ഫോൾഡ് ചെയ്യുക ഉള്ളിൽ വെച്ചിട്ട്, ഷവർമ പോലെ മടക്കി വെച്ചിട്ട് ഉള്ളിൽ വെച്ച് കഴിക്കാം. എന്നാ പുതു ഐഡിയ ആണ്. ദോശയുടെ ഉള്ളിൽ ഫോൾഡ് ചെയ്ത് കഴിക്കാം. ഇത് ചെയ്ത് വെച്ചോ, ഞാൻ എടുത്തോളാം. ഓ, ക്യാമറ ഓണായോണ്ടായിരിക്കും ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ്. പരത്തി തന്നാ ഞാൻ എടുത്തോളേ. ഞാനൊന്ന് ഷവർമ ട്രൈ ചെയ്യാൻ പോവാ. എന്താ ഇങ്ങനെ ടെക്സ്റ്റൈൽ കടയിൽ പോലെ ഇങ്ങനെ ഫുൾ ടൈം നിർത്തിക്കണേ? നിർത്തിക്കല്ല, നിന്നിട്ടല്ലോ പണി. ഇരുന്നാല് കൺട്രോൾ കിട്ടില്ല. അപ്പൊ നിന്ന് നിൽക്കേ പറ്റുള്ളൂ.
ഈ ലെക്ചർ ജോലി ഇങ്ങനെ തന്നെയാണ്. ലെക്ചർ നല്ല ഹാസ് കമ്മിയല്ലേ, 4 മണിക്കൂറേ ഉള്ളൂ, ബാക്കി ഫുള്ള് ഫ്രീയാ. എന്താ അങ്ങനെ പോയാലെന്ന് ആലോചിക്കണ്ടേ. അവിടെയാണെങ്കിൽ PhD കഴിയണം, നല്ല ശമ്പളം കിട്ടണേ. അച്ഛൻ അമ്മ നാടെ കളിപ്പിച്ചു. കരയിപ്പിച്ചോ? അച്ഛൻ വാക്ക് പല്ലിപ്പിച്ച അച്ഛൻ പല്ലിപ്പിച്ച പോരെ? അമ്മനെ പല്ലിപ്പിക്കണോ? എന്താ അമ്മനെ എന്തിനാ വാശി? അച്ഛൻ അമ്മ ചോദിച്ചിട്ട് അച്ഛൻ പല്ലിപ്പിച്ച വേണ്ടെന്ന് വേണം. നമ്മുടെ കുളി കഴിഞ്ഞ അമ്മ പല്ലിപ്പിച്ചു തരും. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സങ്കടപ്പെടാനും സന്തോഷിക്കാനും ഒക്കെ. കുട്ടികളല്ലേ, അവരങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അതാ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. കരച്ചിൽ തുടങ്ങി, വാശി തുടങ്ങി. അപ്പം ഇന്നത്തെ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.